നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ലിച്ചാറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഒരു വീഡിയോയിൽ 9th സ്റ്റാൻഡേർഡിലത്തെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലത്തെ നത്തിങ് ട്വൈസ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസിൻ്റെ ഡിസ്കഷനാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓൾറെഡി ഈ ചാപ്റ്ററിൻ്റെ ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. കണ്ടിട്ടില്ലാത്ത തീർച്ചയായിട്ടും അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു ആക്ടിവിറ്റീസിൻ്റെ സീരീസിലോട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആക്ടിവിറ്റി 1, അതിൽ എ സെക്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഈ പോയത്തിൽ വന്നിട്ടുള്ള ഇമേജറികൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ പല ടൈപ്പ് ഇമേജറികൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഇമേജസ് ഏതൊക്കെയാണെന്നും അതിന് അത് ഓരോ ഇമേജസും ഏത് ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ അതിന് എക്സാമ്പിൾസ് ആയിട്ട് ഏത് ലൈൻസ് ആണ് അതിൽ സൂചിപ്പിക്കുന്നത് എന്നുള്ളതും, അതേപോലെ തന്നെ ആ ലൈനിൽ ആ ഒരു ഇമേജറി കൊണ്ടുവരുന്നത് കൊണ്ടുള്ള അതിൻ്റെ സിഗ്നിഫിക്കൻസ്, അതിൻ്റെ പ്രാധാന്യം എന്താണ്, എന്തുകൊണ്ടാണ് കവി അങ്ങനെ ഒരു സംഭവം അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ 3 കാര്യങ്ങളാണ് നമ്മുടെ അടുത്ത് ഇങ്ങനെ എടുത്ത് എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഏതൊക്കെ ഇമേജസ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതുകയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൽ ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട് വിഷ്വൽ, ഓഡിറ്ററി, ഓൾഫാക്ടറി, കിനസ്തെറ്റിക്, ടാക്ടൈൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇതൊക്കെ നമ്മൾ പഴയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് ഞാൻ മെൻഷൻ ചെയ്ത് പോവുകയാണ്. വിഷ്വൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനത്തെ ഇമേജസ് ആയിരിക്കും? നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന ഇമേജസ് അല്ലെങ്കിൽ ഇമേജറികളാണ് നമ്മൾ വിഷ്വൽ ഇമേജറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓഡിറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാതുകൊണ്ട് നമുക്ക് കേട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ ഇൻസിഡൻസിനെയാണ് നമ്മൾ ഓഡിറ്ററി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഓൾഫാക്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്മെല്ല് ചെയ്തുകൊണ്ട് നമ്മുടെ നോസിന് സെൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഓൾഫാക്ടറി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. കനസ്തെറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വസ്തുവിൻ്റെ, ഒരു വ്യക്തിയുടെയൊക്കെ മൂവ്മെൻറ്റിനെ വെച്ചിട്ട് നമുക്കതവിടെ ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് ഫീൽ ആവുന്നുണ്ടെങ്കിൽ അതാണ് കനസ്തെറ്റിക് ഇമേജസ്. അതേപോലെ തന്നെ ടാക്ടൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടച്ച് ചെയ്തിട്ട് ഒരു കാര്യം തൊട്ട് അല്ലെങ്കിൽ സ്പർശിച്ചുകൊണ്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഇമേജസിനെയാണ് നമ്മൾ ടാക്ടൈൽ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് എനിക്കൊരു ഇൻഫോർമേഷന് വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്കറിയാം. അപ്പോൾ എന്തായാലും ഫസ്റ്റ് നമുക്ക് വിഷ്വൽ, നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് അതിനകത്ത് കിട്ടും. അതിൽ ഓരോന്നെടുത്ത് എഴുതിയിരിക്കുകയാണ്. കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ വിഷ്വലിൽ നമുക്ക് ഏത് പറയാം? ഐ കാൺട്ട് ഹെൽപ്പ് ലുക്കിംഗ് അറ്റ് ദ ക്ലോക്ക് എന്ന് പറയുന്ന ഒരു ലൈൻ അതിനകത്തുണ്ട്, നമ്മുടെ പോമിനകത്തുണ്ട്. അപ്പോൾ എന്താ ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എനിക്ക് ആ ഒരു ക്ലോക്കിലേക്ക് നോക്കാതിരിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്ന അർത്ഥം വരുന്ന ഒരു വരി അതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് വിഷ്വൽ ഇമേജറി ആയിട്ട് കൺസിഡർ ചെയ്യാം. കാരണം എന്താണ്? ക്ലോക്കിലേക്ക് നോക്കുക എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ക്ലോക്ക് എന്ന് പറയുന്ന സംഭവത്തിനെ നമ്മൾ എന്ത് ചെയ്യാണ്? കണ്ണുകൊണ്ട് നമ്മൾ കാണുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്താണ്? വിഷ്വൽ ഇമേജറി ആണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഇവിടെ എന്താണ് വരുന്നത്? റീഇൻഫോഴ്സിങ് കീ തീംസ് ഓഫ് ടൈം ബൈ ഇവോക്കിംഗ് ദ സൈറ്റ് ഓഫ് സമ്മൺ ഗ്ലെൻസിങ് അറ്റ് ദ ക്ലോക്ക്. അപ്പോൾ ക്ലോക്കിലേക്ക് ഒരാളിങ്ങനെ നോക്കുന്നു, അല്ലെങ്കിൽ അതിലേക്ക് നോക്കാതിരിക്കാൻ പറ്റുന്നില്ല എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാസിംഗ് ഓഫ് ടൈമാണ്. ആ ഒരു ടൈം പാസ് ചെയ്ത് പോകുന്ന ഒരു സമയം കടന്നു പോവുക എന്നുള്ളത് അനിവാര്യമായ ഒരു കാര്യമാണ് എന്നാണ് ഇവിടെ കവി ഉദ്ദേശിക്കുന്ന ആ ഒരു ലൈനിൽ കൂടെ കേട്ടോ. ഇനി അടുത്ത വരുന്നത് ഓഡിറ്ററി ഇമേജറിയാണ്. അപ്പോൾ ഓഡിറ്ററി എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്തൊരു എക്സാമ്പിളായിട്ട് യു ക്യാൻ റിപ്പീറ്റ് ദ ക്ലാസ് ഇൻ സമ്മർ എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്. സമ്മർ സീസണിൽ വീണ്ടും നിങ്ങൾക്ക് ഈ ക്ലാസ് കേൾക്കണം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് റിപ്പീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് പറയുന്ന വരി അതിനകത്തുണ്ട്. അപ്പോൾ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഇഫ് സർട്ടൻ എക്സ്പീരിയൻസസ് വൺസ് പാസ്ഡ് കനോട്ട് ബി റീക്രിയേറ്റഡ്. സിംപ്ലി ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. ഡയറക്റ്റ്ലി അവൻ്റെ ലിറ്ററൽ മീനിങ് വെച്ച് ഒരു ക്ലാസ്, സ്കൂൾ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒരു വട്ടം എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അത് ആ ഒരു മൊമെൻറ്റ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ കിട്ടിയ സമയം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അല്ലെങ്കിൽ അത് എൻജോയ് ചെയ്യുക എന്നുള്ളൊരു മീനിങ്ങിലാണ് ആ ഒരു ലൈൻ അവിടെ അവർ നമ്മുടെ പോയിറ്റ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി വരുന്ന ഓൾഫാക്ടറി ആണ്. അപ്പോൾ ഇതിൽ ഓൾ ഹ്യൂ ആൻഡ് സെൻറ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ആ ഒരു റോസസിൻ്റെ ആ ഒരു ഫുൾ ലൈൻ ഞാൻ പറഞ്ഞിട്ടില്ല, അതിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ ഏരിയ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആ ഒരു റോസിൻ്റെ കാര്യം പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഓൾ ഹ്യൂ ആൻഡ് സെൻറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്മെല്ലിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സിഗ്നിഫിക്കൻസ് നോക്കാം. ദ സെൻറ്റ് ഓഫ് എ റോസ് ബീയിങ് ത്രോൺ ഇൻ ടു ദ റൂം അപ്പീൽസ് എ സെൻസ് ഓഫ് സ്മെൽ. അപ്പോൾ ആ ഒരു റൂമിലേക്ക് എറിയുന്ന ഒരു റോസിനെ കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട് ആ ലൈനിൽ. അപ്പോൾ ആ ഒരു റോസിൻ്റെ സ്മെല്ലാണ്. അപ്പോൾ ആ ഒരു ഓൾ ഹ്യൂ ആൻഡ് സെൻറ്റ് എന്നുള്ള ലൈൻ വായിക്കുമ്പോൾ നമുക്ക് എന്ത് ഫീൽ ചെയ്യുന്നുണ്ട്? ആ റോസിൻ്റെ സ്മെല്ല്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഗന്ധം നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു ഓൾഫാക്ടറി ഇമേജറി ആണെന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ കനസ്തെറ്റിക്കിൽ നമുക്ക് പെടുത്തുന്ന സമയത്ത് ഇഫ് എ റോസ് വർ പ്ലഞ്ച് ഇൻ ടു ദ റൂം, സെയിം ലൈൻ തന്നെയാണ്, അതിൻ്റെ ഡിഫറെൻറ്റ് സെക്ഷൻസ് ആണ് കേട്ടോ. ഇഫ് എ റോസ് വർ പ്ലഞ്ച് ഇൻ ടു ദ റൂം, റൂമിലേക്ക് ഒരു റോസ് വലിച്ചെറിയുക എന്ന്, അല്ലെങ്കിൽ എടുത്തെറിയുക എന്ന് പറയുന്നൊരു ലൈൻ വരുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തിൻ്റെ മൂവ്മെൻറ്റാണ് കാണിക്കുന്ന? റോസ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് അവിടെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കനസ്തെറ്റിക് ഇമേജറിയാണ്. അപ്പോൾ ഇതെന്താണ് സിംബിളൈസ് ചെയ്യുന്നത്? ഇറ്റ് സിംബിളൈസസ് യുണീക്ക് ആൻഡ് അൺറിപ്പീറ്റബിൾ മൊമെൻറ്റ്സ്. യുണീക്ക് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ അതുല്യമായിട്ടുള്ള, ഒരിക്കലും ആവർത്തിച്ച് വരാൻ സാധിക്കാത്ത ആ ഒരു മൊമെൻറ്റ്സിനെ, അല്ലെങ്കിൽ ആ നിമിഷങ്ങളെയാണ് ആ റോസസ് എറിയുക അല്ലെങ്കിൽ ആ സംഭവം കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ടാക്ടൈൽ, ടച്ച് ചെയ്ത് ഫീൽ ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യമുള്ളത്? വിത്ത് സ്മൈൽസ് ആൻഡ് കിസ്സസ് വി പ്രിഫർ ടു സീക്ക് എക്കോട്ട് ബിനീത്ത് അവർ സ്റ്റാർ. അപ്പോൾ സ്മൈൽസ് ആൻഡ് കിസ്സസ് എന്ന് പറയുമ്പോൾ സ്മൈലാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ കിസ്സസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? ടച്ച് ചെയ്തുകൊണ്ട്, നമ്മുടെ സ്കിന്ന് വെച്ച് ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കിസ്സസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് ആ ഒരു ലൈൻസ് നമുക്കിവിടെ എടുക്കുമ്പോൾ നമുക്കതിൻ്റെ സിഗ്നിഫിക്കൻസ് ആയിട്ട് എന്ത് കൊടുക്കാം, സിംബിളൈസസ് ഇൻറ്റിമസി ആൻഡ് കണക്ഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്. ആ ഒരു നമ്മുടെ ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള ഒരു കണക്ഷനും ഇൻറ്റിമസിയും ഒക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ടാക്ടൈലിൽ നമുക്ക് ഈ റോസസിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഓരോ ലൈൻസ് മാത്രമല്ല, പല പല ലൈൻസ് നമുക്ക് അതിനകത്ത് ഓരോ എക്സാമ്പിൾസിന് നമുക്ക് കൊടുക്കാവുന്നതാണ്. അതൊക്കെ ഒന്ന് ജസ്റ്റ് സ്വയം ഒന്ന് കണ്ടുപിടിച്ചിട്ടൊന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എക്സാമിന് കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും. ഇനി ഇതേ ക്വസ്റ്റ്യൻ്റെ തന്നെ സെക്കൻഡ് സെക്ഷനായിട്ട് ബി സെക്ഷനായിട്ട് ചോദിച്ചിട്ടുള്ളത് നൗ റൈറ്റ് എ പാരഗ്രാഫ് ഓൺ ദി ഇമേജറി ഓഫ് ദ പോം. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള പോയിന്റ്സിനെയൊക്കെ ഒരു പാരഗ്രാഫ് ഫോമാറ്റിലോട്ട് മാറ്റി മാത്രമേ വേണ്ടുള്ളൂ. Wisława Szymborska's poem Nothing Twice, the imagery is rich and descriptive, painting vivid images that correspond to the reader's senses and emotions. നമുക്ക് ഒരുപാട് ഇമേജറീസ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ ആ ഒരു എന്താ പറയുക വിവിഡായിട്ടുള്ള ഇമേജസിനെ വളരെ ഭംഗിയായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു ഇമേജറികൾ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ റീഡേഴ്സിൻ്റെ സെൻസസിനെയൊക്കെ ഒന്ന് തട്ടി ഉണർത്തി എടുക്കാനൊക്കെ നമുക്ക് ഈ ഇമേജറികൾ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. Szymborska uses images to capture the fleeting nature of time and the beauty of life's moments. നമ്മൾ ഓൾറെഡി പലവട്ടം പറഞ്ഞ കാര്യമാണ് ഈ ഒരു പോമിൽ എന്താണ് പറയുന്നത്, പാസേജ് ഓഫ് ടൈമിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ആ ഒരു നേച്ചറിൻ്റെ ആ ഒരു നൈമിഷികമായ അവസ്ഥയെ കുറിച്ചൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം പറയാൻ വേണ്ടി എന്താണ് ഇവിടത്തെ ഇമേജസ് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. The image of a rose being plunged into the room with all its hue and scent symbolizes the suddenness and allure of unexpected experiences, emphasizing their ephemeral nature. അപ്പോൾ ആ ഒരു നൈമിഷികമായ ഒരു അവസ്ഥയിൽ നമ്മളിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്ന ആ ഒരു എന്താ പറയുക സിറ്റുവേഷൻസിന് അല്ലെങ്കിൽ ആ ഒരു മൊമെൻറ്റ്സിനെയൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ റോസിൻ്റെ ഒരു റോസ് എടുത്ത് എറിയുന്ന ആ ഒരു ഇൻസിഡൻറ്റ് നമുക്ക് പറയാവുന്നതാണ്. ദ മെൻഷൻ ഓഫ് ലുക്കിംഗ് അറ്റ് ദ ക്ലോക്ക് കൺചേഴ്സ് ദ വിഷ്വൽ ഓഫ് സമ്മൺ ലുക്കിംഗ് ആങ്ഷ്യസ്ലി അറ്റ് ദ പാസേജ് ഓഫ് ടൈം, ഹൈലൈറ്റിംഗ് ദ തീം ഓഫ് ടൈംസ് റിലൻലെസ്നെസ് പ്രോഗ്രഷൻ. അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ ആ ഒരു ക്ലോക്കിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. വിഷ്വൽ ഇമേജറിയിൽ നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു സീനിൽ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, ആ ഒരു ഒഴിച്ചുകൂടാനാവാത്ത ആ ഒരു സമയത്തിൻ്റെ കടന്നുപോകിനെ കുറിച്ച് അല്ലെങ്കിൽ ആ കടന്നുപോക്കിനെ കുറിച്ചാണ് പറയുന്നതെന്നുള്ളത് നമുക്ക് അവിടെ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. The setting gives rise to a sense of intimacy and connection, highlighting the importance of its human relationships in the face of life's transients. Overall, the imagery in Nothing Twice enriches the poem, bringing its themes of time, memory, and human experience to life with vivid and sensory details. അപ്പോൾ ടൈമിനെ കുറിച്ചായിക്കോട്ടെ, മെമ്മറിയെ കുറിച്ചായിക്കോട്ടെ, നമ്മുടെ എന്താ പറയുക പ്രഷ്യസ് ആയിട്ടുള്ള മൊമെൻറ്റ്സിനെ കുറിച്ചായിക്കോട്ടെ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ഇതിനകത്തുള്ള ഇമേജറികൾ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാ ഇമേജറീസിനും എടുത്ത് ഇതിനകത്ത് എഴുതിയിട്ടില്ല. നിങ്ങൾക്ക് ആ പറഞ്ഞിട്ടുള്ള പോയിന്റ്സിലെ ഓരോ ഇമേജറീസിനും നിങ്ങൾക്ക് എലാബറേറ്റ് ചെയ്തിട്ട് ആൻസർ ആക്കിയിട്ട് എഴുതാവുന്നതാണ് കേട്ടോ. ഇനി നമ്മുടെ സെക്കൻഡ് ആക്ടിവിറ്റിയിൽ ഫസ്റ്റ് സെക്ഷനിൽ വരുന്നത് കംപ്ലീറ്റ് ദ ഫോളോയിങ് വർക്ക് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ പോയിന്റ്സ് സെപ്പറേറ്റ് സെക്ഷൻസ് ആയിട്ട് നമുക്കിവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ, സമ്മറി അങ്ങനെയൊക്കെ പണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് എന്താ അവിടെ ഫില്ല് ചെയ്യേണ്ടി വന്നിട്ടുള്ള ടൈറ്റിൽ ഓഫ് ദ പോമാണ്. അപ്പോൾ നമ്മുടെ പോയതിൻ്റെ ടൈറ്റിൽ നത്തിങ് ട്വൈസ് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ആ ഒരു അബൌട്ട് ദ പോയിറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ഓൾറെഡി ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള കുറച്ച് ലൈൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പോയിറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതാവുന്നതാണ്. വിസ്ലാവ സിംബോർസ്ക നോബൽ പ്രൈസ് വിന്നിങ് പോളിഷ് പോയിറ്റ്, ആ ഒരു നോബൽ പ്രൈസ് വിന്നർ ആണെന്നുള്ളതൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. പോളിഷ് പോയിറ്റ് റൈറ്റ്സ് അബൌട്ട് ദി കോംപ്ലക്സിറ്റീസ് ഓഫ് ഹ്യൂമൻ എക്സ്പീരിയൻസ്. അപ്പോൾ അവർ ഈ ഒരു വാക്കിനകത്ത് മെയിനായിട്ടും എഴുതിയിട്ടുള്ള എന്താണ്, അല്ലെങ്കിൽ അവരുടെ മെയിൻ വാക്കുകളിലൊക്കെയും അവർ എഴുതിയിട്ടുള്ളത് ആ ഒരു ഹ്യൂമൻ എക്സ്പീരിയൻസിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലക്സിറ്റീസിനെ കുറിച്ചാണ്. പിന്നെ തീം ഓഫ് ദ പോം എംബ്രേസിംഗ് ദ പ്രസന്റ് മൊമെന്റ് ഓഫ് ചെറിഷിംഗ് ദ ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് ടൈം. അപ്പോൾ ഇതൊന്ന് പറ്റുവാണെങ്കിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ ആ ഒരു തീമിനെ കുറിച്ച് പറയുന്ന ഏതെങ്കിലും ഒന്നോ രണ്ടോ ലൈൻസ് കാണാതെ പഠിച്ചു വയ്ക്കുക. ഒന്നെങ്കിൽ ഇത് നിങ്ങൾക്ക് പഠിച്ചു വയ്ക്കാം, അതിന് തൊട്ട് മുന്നേ പറഞ്ഞ പാരഗ്രാഫിൽ അത്തരത്തിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ലൈൻ ഉണ്ടായിരുന്നു, അത് നമുക്ക് ഓർത്ത് വയ്ക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇതിന് തൊട്ട് പിന്നാലെ അപ്രീസിയേഷൻ എഴുതുന്ന സമയത്ത് ലൈൻസ് ഇത്തരത്തിൽ തീമിനെ കുറിച്ച് പറയുന്ന ലൈൻസ് വരുന്നുണ്ട്. അപ്പോൾ ആ ലൈൻസ് രണ്ടോ മൂന്നെണ്ണോ ഒക്കെ ഒന്ന് കാണാതെ പഠിച്ചു വയ്ക്കുക. അതായത് ചെറിഷിംഗ് ദ ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് ടൈം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാസേജ് ഓഫ് ടൈം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എംബ്രേസിംഗ് ദ പ്രസൻറ്റ് മൊമെൻ്റ് എന്ന് പറയുന്നത്, അത്തരത്തിലുള്ള ചില വേർഡ്സൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക. എക്സാമിന് അവിടെ ഇവിടെ ആയിട്ട് പാരഗ്രാഫിലും മെസ്സേജൊക്കെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറിനകത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കതൊരു പോസിറ്റീവ് ബെനിഫിറ്റ് ആയിട്ട് നിങ്ങൾക്കത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് നല്ല നമ്മൾ ഈ കടിച്ച പൊട്ടാത്ത വാക്കെന്നൊക്കെ പറയില്ല, അത്തരത്തിലുള്ള കുറച്ച് നല്ല രസമുള്ള വാക്കുകളൊക്കെ ഒന്ന് എടുത്ത് പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് ഏത് ചാപ്റ്റർ ആണെങ്കിൽ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണേ. പിന്നെ നമ്മൾ സമ്മറി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഈ പറഞ്ഞ അതിൻ്റെ എന്താ പറയുക മെയിൻ തീംസ് കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ദ പോം ടോക്സ് അബൌട്ട് ഹൗ ലൈഫ് ഇസ് ഫുൾ ഓഫ് യുണീക്ക് മൊമെൻറ്റ്സ് ദാറ്റ് ക്യാൻ ബി റിപ്പീറ്റഡ്. ഈ ലൈൻ നിങ്ങൾക്ക് പഠിച്ചു വയ്ക്കാവുന്നതാണ്. എത്തരത്തിലാണ് നമ്മുടെ ലൈഫിലുള്ള യുണീക്കായിട്ടുള്ള അതുല്യമായിട്ടുള്ള മൊമെൻറ്റ്സ് ഒരിക്കലും നമ്മുടെ ലൈഫിൽ റിപ്പീറ്റ് ചെയ്ത് വരില്ല എന്നുള്ളൊരു തീമാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഈ ലൈൻ നിങ്ങൾക്ക് കാണാതെ പഠിച്ചു വയ്ക്കാവുന്നതാണ്. ഇറ്റ് സേസ് വി കം ഇൻ ടു ദ വേൾഡ് വിത്തൗട്ട് എനി പ്രാക്ടീസ് ആൻഡ് വൺസ് വി ലീവ് വി കാൺ ട്രൈ അഗെയിൻ. അപ്പോൾ നമ്മൾ യാതൊരു പ്രാക്ടീസും ഇല്ലാതെയാണ് ഇങ്ങോട്ട് വരുന്നത്,
പക്ഷെ നമ്മൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് നമുക്ക് എന്തിനും സാധിക്കുന്നില്ല, അതിന് യാതൊരു തരത്തിലുള്ള എന്താ പറയുക റിപ്പീറ്റ് ചെയ്ത് നോക്കാനോ ട്രൈ ചെയ്ത് നോക്കാനോ ഒന്നിനുള്ള അവസരം നമുക്ക് കിട്ടുന്നില്ല. Every day and night bring something new and we can't experience them exactly the same way twice. ഓരോ ദിവസവും ഓരോ നിമിഷവും ഓരോ രാത്രിയും പകലൊക്കെ നമുക്ക് പുതിയ പുതിയ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. പക്ഷെ ആ ഒരു കാര്യവും നമുക്ക് വീണ്ടും ഒരു വട്ടം കൂടെ റിപ്പീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ നമ്മളെ കൊണ്ട് സാധിക്കില്ല. ഇറ്റ് ഓൾസോ മെൻഷൻസ് ഹൗ മെൻഷനിങ് someone's name can make us feel as happy as if a rose was suddenly thrown into the room, filling it with color and fragrance. അപ്പം നമുക്ക് ഒരാളുടെ പേര് നമ്മുടെ അടുത്ത് മെൻഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത്രയും ചെറിയൊരു കാര്യം പോലും നമ്മളെ എത്രത്തോളം ഹാപ്പി ആക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ആ ഒരു റോസ് റൂമിലോട്ട് ഇടുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത്രയും ഹാപ്പിനെസ് എനിക്ക് ഫീൽ ചെയ്തു, അല്ലെങ്കിൽ അത്രയും ആ ഒരു എന്താ പറയുക അതിൻ്റെ ഫ്രാഗ്രൻസും കാര്യങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്തു എന്ന് പറയുന്ന ലൈൻസിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. ദ പോം റിമൈൻഡ്സ് us not to worry too much about time passing because today will become tomorrow. അപ്പോൾ സമയം കടന്നു പോകുന്ന ഓർത്ത് വല്ലാണ്ട് പേടിക്കേണ്ട, കാരണം ഇന്ന് എന്ന് പറയുന്നത് നാളെ പോകുമ്പോഴേക്ക് എന്തായി ഇന്നലെയായി മാറുകയല്ല എന്നുണ്ടെങ്കിൽ ആ ഓരോ നിമിഷവും നമുക്ക് എന്തായി മാറുകയാണ്, പാസ്റ്റ് ആയിട്ട് മാറുകയാണ്. ഇറ്റ് എൻകറേജസ് us to get along with others even if we are different, just like how two drops of water are the same in some ways. അപ്പോൾ നമ്മൾ രണ്ട് തുള്ളി എന്താ പറയുക വെള്ളത്തിൻ്റെ രണ്ട് തുള്ളിയാണെങ്കിലും ആ രണ്ട് തുള്ളിയും എന്താണ് കാഴ്ചയ്ക്ക് ഒരുപോലെ തോന്നുമെങ്കിലും ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യസ്തമാണ്. അതിൻ്റെ ഷേപ്പിലും കാര്യങ്ങളിലും അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റിയിലൊക്കെ ഒരുപാട് വ്യത്യസ്തത പുലർത്തുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, മറ്റുള്ളവരായിട്ടുള്ള നമ്മുടെ കണക്ഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നവരോട് പറയുന്നുണ്ട്. Overall, the poem tells us to enjoy every moment, share smiles and kisses and live in the present without worrying too much about the past or the future. അത് ഓർത്ത് വയ്ക്കുക കേട്ടോ. ലിവ് ഇൻ ദ പ്രസൻറ്റ്, നമ്മൾ പ്രസൻറ്റിലാണ് ജീവിക്കേണ്ടത്. വിത്തൗട്ട് വറിയിങ് ടു മച്ച് അബൌട്ട് പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ, കഴിഞ്ഞു പോയതിനെ കുറിച്ചോ വരാൻ പോകുന്നതിനെ കുറിച്ചോ വല്ലാതെ ഓർത്ത് തല പുകയ്ക്കാതെ നമ്മൾ ഇപ്പോഴത്തെ പ്രസൻറ്റിലാണ് ജീവിക്കേണ്ടത്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, മറ്റുള്ളവരുമായിട്ടുള്ള ഓരോ മൊമെൻറ്റ്സും നമ്മൾ എന്ത് ചെയ്യണം, എൻജോയ് ചെയ്യുക തന്നെ വേണം. ഇനി സ്ട്രക്ചർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ പോം വിത്ത് 6 parts ഈച്ച് ഹാവിങ് 4 lines. 4 lines വെച്ചിട്ടുള്ള 6 parts ആണ് നമുക്ക് ഈ ഒരു പോമിലുള്ളത്. പിന്നെ അതിൻ്റെ പോയട്രി ഡിവൈസസ് ഒന്ന് പഠിച്ചു വയ്ക്കുന്നത് നന്നായിരിക്കും. ഇൻസ്റ്റൻസസ് ഓഫ് അലിട്രേഷൻ വരുന്നത് എവിടെയൊക്കെയാണ്, ടു ടീച്ച്, ഫീൽ, ഫ്ലഞ്ച്, ഡു, ഡേ, നേച്ചർ, നോട്ട്. അപ്പോൾ അവിടെയൊക്കെ എന്താ ഫസ്റ്റത്തേൽ ട് എന്ന് പറയുന്ന സൗണ്ട് വരുന്നുണ്ട്. സെക്കൻഡ് വേർഡ്സിൻ്റെ പെയറിൽ ഫ് എന്ന് പറയുന്ന സൗണ്ട് വരുന്നുണ്ട്. ഡു, ഡേ എന്ന് പറയുമ്പോൾ അവിടെ ഡ എന്ന് പറയുന്ന സൗണ്ട് വരുന്നുണ്ട്. നേച്ചർ, നോട്ട് എന്ന് പറയുമ്പോൾ ന എന്ന് പറയുന്ന സൗണ്ട് വരുന്നുണ്ട്. അതെന്താണ്, അലിട്രേഷൻ ആണ്. പിന്നെ എന്താണ് അസോണൻസിൻ്റെ കേസ് പറയുമ്പോൾ എന്താണ്, ഇൻ, ഈസ്. ഇപ്പോൾ ഇവിടെയൊക്കെ എന്താ പോലെ തന്നെ ഡേയ്സ്, യെസ്റ്റർഡേ, വിൽ, ബ്ലിസ്, ട്രീറ്റ്, ഫ്ലീറ്റിംഗ്, സീക്ക്, ബിനീത്ത്. അപ്പം അത്തരത്തിൽ ആ ഒരു അത്തരത്തിൽ ആ ഒരു എന്താ പറയുക വവൽ സൗണ്ട്സ് ഇവിടെ റിപ്പീറ്റ് ചെയ്തായിട്ട് വരുന്ന നമുക്ക് ഈ അസോണൻസിൻ്റെ കേസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ എന്താണ് റൈം സ്കീം നോക്കുന്ന സമയത്ത് എ ബി റൈം സ്കീമാണ് നമ്മൾ ഈ ഒരു പോമിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ റൈമിംഗ് വേർഡ്സ് നോക്കുന്ന സമയത്തോ അതിന് നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് കാണാൻ സാധിക്കും. ട്വൈസ്, ഇംപ്രൊവൈസ്ഡ്, ഈസ്, പ്രാക്ടീസ്, ഡംബ്, സമ്മ, ഡാൻസ്, വൺസ്, യെസ്റ്റർഡേ, വേ. അപ്പോൾ അതൊക്കെ അവസാനിക്കുന്ന ഒരു എൻഡ് ചെയ്യുന്ന ഒരു സംഭവം കണ്ടില്ലേ, ആ ഏകദേശം ഒരേ സൗണ്ട് വെച്ചിട്ട് എൻഡ് ചെയ്യുന്ന വേർഡ്സിനാണ് നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈസ്, കിസ്സസ്, രണ്ടും എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, സ് വെച്ചിട്ടാണ്. ടങ്, ഫ്ലങ്, ആ രണ്ട് സ്ഥലത്ത് എന്താണ് ഏകദേശം ഒരേപോലെ തന്നെയാണ് എൻഡ് ചെയ്യുന്നത്. ആക്സിഡൻറ്റ്, സെൻറ്റ്, രണ്ടും എന്താണ് ടെ വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത്. മീ, ബി വരുമ്പോൾ അവിടെയും ഈ വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ അസണൻസ് ഉണ്ട്, അലിട്രേഷൻ ഉണ്ട്, റൈം സ്കീം ഉണ്ട്, റൈമിംഗ് വേർഡ്സ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ കുറച്ച് എക്സാമ്പിൾസ് പഠിച്ചു വയ്ക്കുക. പിന്നെ നമ്മൾ ഇമേജസ് നോക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ആക്ടിവിറ്റി ഫസ്റ്റ് 1 പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്തൊക്കെയാണ് വരുന്നത്, മെറ്റഫർ വരുന്നുണ്ട്, പേഴ്സോണിഫിക്കേഷൻ വരുന്നുണ്ട്, സിമിലി വരുന്നുണ്ട്. അപ്പോൾ മെറ്റഫർ വരുമ്പോൾ നമുക്കിവിടെ എന്ത് പറയാം, ഐ ഫീൽ ആസ് ഇഫ് എ റോസ് വർ ഫ്ലാഞ്ച് ഇൻ ടു ദ റൂം ഓൾ ഹ്യൂ ആൻഡ് സെറ്റ്, കമ്പയറിംഗ് ദ സ്പീക്കേഴ്സ് നെയിം ടു എ റോസ് ബീങ് ത്രോൺ ഇൻ ടു. അപ്പോൾ പേര് പറയുന്ന ഇൻസിഡൻറ്റിനെ വെച്ചിട്ടാണ് ഇവിടെ റോസ് എറിയുന്ന ആ ഒരു ഇൻസിഡൻ്റ് ആയിട്ട് അവിടെ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതെന്താണ്, അതൊരു മെറ്റഫറാണ്. പിന്നെ പേഴ്സോണിഫിക്കേഷൻ, വൈ ഡു വി ട്രീറ്റ് ദ ഫ്ലീറ്റിംഗ് ഡേ വിത്ത് സോ മച്ച് നീഡ്ലെസ് ഫിയർ ആൻഡ് സോറോ, അട്രിബ്യൂട്ടിംഗ് ഹ്യൂമൻ ക്വാളിറ്റീസ് ടു ദ ഡേ, സജസ്റ്റിംഗ് ഇറ്റ് ക്യാൻ കോസ് ഫിയർ ആൻഡ് സോറോ. അപ്പോൾ ആ ഒരു എന്തിനാണ് ആ ഒരു ഡേക്ക്, ആ ദിവസത്തിന് നമ്മൾ എന്ത് കൊടുക്കുകയാണ്, ഹ്യൂമൻ ക്വാളിറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ആ ഒരു ദിവസത്തിന് എന്ത് സാധിക്കും, നമുക്ക് ഫിയറും സോറോയും സന്തോഷവും സങ്കടവും പേടിയൊക്കെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള രീതിക്ക് ആ ഒരു ദിവസം അല്ലെങ്കിൽ ഡേ എന്നുള്ള ഒരു വേർഡിന് അവിടെ എന്ത് കൊടുക്കുകയാണ്, ഒരു പേഴ്സൻ്റെ ക്വാളിറ്റി കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നെ സിമിലി നമുക്കറിയാം എന്താണ്, ആസോ ലൈക്കോ വെച്ച് പറയുന്നതാണ്. ഇപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ജസ്റ്റ് ആസ് 2 drops of water are. ഇപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്, കമ്പയർ ദ സിമിലാരിറ്റീസ് ബിറ്റ്വീൻ 2 people ടു ദ ലൈക്ക്നെസ് ഓഫ് ഡ്രോപ്സ് ഓഫ് വാട്ടർ. 2 തുള്ളി വെള്ളത്തിനെ എന്ത് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന 2 വ്യത്യസ്ത മനുഷ്യന്മാരായിട്ടാണ് നമ്മളവിടെ കമ്പയർ ചെയ്യുന്നത്.
എന്താണ് ഇതിൻ്റെ മെസ്സേജ്? ദ പോം സജസ്റ്റ് ദർ ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് ടൈം ആൻഡ് എക്സ്പീരിയൻസ് എംഫസൈസിങ് ദ യുണീക്നെസ് ആൻഡ് ഇറീപ്ലേസബിലിറ്റി ഓഫ് ഈച്ച് മൊമെൻറ്റ്. ആ വേർഡ്സ് ഒക്കെ ഒന്ന് ഓർത്ത് വയ്ക്കട്ടെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈഫ് ഈസ് അൺപ്രഡിക്റ്റബിൾ ആൻഡ് അൺറിപ്പീറ്റബിൾ. അതൊന്ന് ഓർത്ത് വയ്ക്കുക. ലൈഫ് എന്താണ്, നമുക്ക് ഒട്ടും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യിക്കാനും പറ്റില്ല. സോ എംബ്രേസ് ദ പ്രസന്റ് മൊമെന്റ്, എൻജോയിങ് ദി ബ്യൂട്ടി ആൻഡ് ട്രാൻഷൻസ് ഓഫ് ലൈഫ് മൊമെന്റ്സ് റാദർ ദാൻ ബ്രൂഡിങ് ഓവർ ദ പാസ്റ്റ് ഓർ വറിയിങ് അബൌട്ട് ഫ്യൂച്ചർ. ഈ ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ മെയിൻ പോയിന്റ്സും പറയുന്നുണ്ട്. അപ്പോൾ എന്താണ്, നമ്മൾ ആ ഒരു ഭാവിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഭൂതകാലത്തെക്കുറിച്ചോ ഓർത്ത് ടെൻഷൻ അടിക്കാതെ ഇപ്പോഴത്തെ പ്രസൻറ്റിനെ കുറിച്ച് ഓർത്ത് നമ്മൾ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷൻസിനെ അല്ലെങ്കിൽ മൊമെൻറ്റ്സിനെ നമ്മൾ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യാണ് വേണ്ടത്. പിന്നെ യുവർ വ്യൂസ് ഓൺ ദ പോം, നിങ്ങളുടെ വ്യൂസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താണ്, നിങ്ങളാണ് എഴുതേണ്ടത്, നിങ്ങൾക്ക് എന്താണ് ആ കവിതയെക്കുറിച്ച് തോന്നുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു സെക്ഷൻ നിങ്ങളൊന്ന് ജസ്റ്റ് എഴുതി നോക്കുക കേട്ടോ. ഇനി അതിൻ്റെ ബി പാർട്ട്, നൗ റൈറ്റ് എ നോട്ട് ഓഫ് അപ്രീസിയേഷൻ ഫോർ ദ പോം. ഈ ഒരു പോമിനുള്ള ഒരു അപ്രീസിയേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പറഞ്ഞ കാര്യങ്ങളെ തന്നെ പോയിന്റ്സ് ആയിട്ട് സെക്ഷനായിട്ട് പറഞ്ഞ കാര്യങ്ങളെ പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതുകയാണ് വേണ്ടത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. വിസ്ലാവ സിംബോസ്ക, എ നോബൽ പ്രൈസ് വിന്നിംഗ് പോളിഷ് പോയറ്റ്, ഡെൽസ് ഇൻ ടു ദ കോംപ്ലക്സിറ്റീസ് ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ് ഇൻ ഹർ പോം. നമുക്കൊരു അപ്രീസിയേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് നമുക്ക് ഓതറിനെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് ഒരു 1 ലൈനൊക്കെയാണ് ഞാൻ ഓതറിനെ കുറിച്ച് ഒരുപാടൊന്നും കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ദ പോം റിഫ്ലക്ട്സ് ഓൺ ദ ഐഡിയ ദാറ്റ് ഇൻ ലൈഫ് ദർ ഇസ് നെവർ ഗോയിങ് ടു ബി എ റിപ്പിറ്റേഷൻ. ലൈഫിൽ ഒരിക്കലും റിപ്പിറ്റേഷൻ ഇല്ല എന്നൊരു ഐഡിയ ആണ് ഇതിൽ വരുന്നത്. സിംബോസ്ക poetically observes that we are entering this world unprepared, that we are improvising our way through life, and that we are leaving without a chance to practice. നമ്മൾ യാതൊരു പ്രിപ്പറേഷനും ഇല്ലാണ്ടാണ് ഈ ലൈഫിലോട്ട് വരുന്നത്. സ്വയം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷെ അതൊന്നും പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ പോലും പറ്റാതെയാണ് നമ്മൾ ഈ ലോകം വിട്ടു പോകുന്നത്. There are new experiences every day and night, but there is no two moments quite the same. പോലെ പല എക്സ്പീരിയൻസുകൾ വരുന്നുണ്ട്. പക്ഷെ ഓരോ എക്സ്പീരിയൻസ് നമുക്ക് ഒരിക്കൽ കൂടെ ഒന്ന് അനുഭവിച്ച് നോക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ച് കിട്ടാൻ പോണില്ല. സിംബോസ്ക എംപ്ലോയ്സ് എ സ്ട്രക്ചർഡ് ഫോർമാറ്റ് വിത്ത് 6 stanzas, ഈച്ച് കംപ്രൈസിങ് 4 lines. 6 സ്റ്റാൻസയാണ്. ഓരോ സ്റ്റാൻസിലും 4 lines ആണുള്ളത്. ദ പോം ഫോളോസ് ആൻ ABAB റൈം സ്കീം വിത്ത് റൈമിംഗ് വേർഡ്സ് സച്ച് ആസ് ട്വൈസ് ആൻഡ് ഇംപ്രൊവൈസ്ഡ് ഇസ് ആൻഡ് പ്രാക്ടീസ് ആൻഡ് ഡേ ആൻഡ് സ്റ്റേ. അപ്പോൾ ഇത്തരത്തിലുള്ള റൈമിംഗ് വേർഡ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അതിൻ്റെ റൈം സ്കീമും ഓർത്ത് വയ്ക്കുക. ABAB ആണ്. ദ പോം ഇസ് ഫുൾ ഓഫ് ഇമേജസ് ആൻഡ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് വിച്ച് സ്റ്റിമുലേറ്റ് ദ സെൻസസ് ആൻഡ് ഇമോഷൻസ്. പോലത്തെ ഒരുപാട് ഇമേജസും ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ നോക്കിയതല്ലേ. സിംബോസ്കാസ് മെറ്റഫേഴ്സ് ആർ യൂസ്ഡ് ടു ഇല്ലുസ്ട്രേറ്റ് ദ സർപ്രൈസ് ആൻഡ് ഫാസിനേഷൻ ഓഫ് എക്സ്പീരിയൻസസ് സച്ച് ആസ് കമ്പയറിംഗ് ലൈഫ് വിത്ത് എ റോസ് ടോസ് ഇൻ ടു സ്പേസ്. അപ്പോൾ റോസ് വലിച്ചെറിയുന്ന ആ ഒരു ഇതിലാണ് നമ്മൾ കമ്പയർ ചെയ്തിട്ടുള്ള ലൈഫിനെ കുറിച്ച്. പേഴ്സോണിഫിക്കേഷൻ ഇസ് എംപ്ലോയ്ഡ് ഇൻ ഇംപ്യൂ ദ പാസിംഗ് ഡേ വിത്ത് ഹ്യൂമൻ ക്വാളിറ്റീസ്. പാസിംഗ് ഡേക്ക് ഹ്യൂമൻ ക്വാളിറ്റീസ് കൊടുക്കുന്നതിൽ കൂടെ അവിടെ പേഴ്സോണിഫിക്കേഷനും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഹൈലൈറ്റിംഗ് ഇറ്റ്സ് ഫ്ലീറ്റിംഗ് നേച്ചർ. ഇൻ അഡീഷൻ ദ ഇമേജ് ഓഫ് സ്മൈലിംഗ്, കിസ്സിംഗ് ആൻഡ് ദ ക്ലാസ് റൂം സെറ്റിംഗ് ക്രിയേറ്റ്സ് എ സെൻസ് of intimacy that enhances the reader's engagement with the poem. സ്മൈലിംഗ്, കിസ്സിങ്, അതേപോലെ തന്നെ ക്ലാസ് റൂമിൽ സമ്മർ ക്ലാസ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതൊക്കെ യൂസ് ചെയ്യുന്നതിൽ കൂടെ നമുക്ക് എന്തിനു സാധിക്കുന്നു, നമ്മളുടെ ആ ഒരു എൻഗേജ്മെൻറ്റ് തമ്മിലുള്ള ആ ഒരു കണക്ഷനാണ് കൂട്ടാനായിട്ട് അവർ ശ്രമിച്ചിട്ടുള്ളത്. നത്തിങ് ട്വൈസ് ഇസ് എ തോട്ട് പ്രൊവോക്കിംഗ് പോം ദാറ്റ് എനേബിൾസ് റീഡേഴ്സ് ടു റിഫ്ലക്ട് ഓൺ ദി ട്രാൻസിറ്ററി നേച്ചർ ഓഫ് ലൈഫ് ആൻഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ടേക്കിംഗ് അഡ്വാൻറ്റേജ് ഓഫ് ദിസ് മൊമെൻറ്റ്. ആ ഓരോ നിമിഷത്തിനും നമ്മൾ എൻജോയ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അതേപോലെ തന്നെ ആ ഒരു പ്രകൃതിയുടെ അല്ലെങ്കിൽ നമ്മുടെ നേച്ചർ ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു നൈമിഷികതയെക്കുറിച്ചൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. ത്രൂ ഇറ്റ്സ് റിഥമിക് കാഡൻസ് ആൻഡ് ഇവോക്കേറ്റീവ് ഇമേജറി, the poem resonates deep with the audience, inviting them to reflect on life's beauty. In conclusion, Nothing Twice serves to remind us to embrace each moment, thankfulness and mindfulness for life's experiences as fleeting as they are precious. അത്രയും മനോഹരമായതുകൊണ്ട് തന്നെ അതിങ്ങനെ പാസ് ചെയ്ത് പോവുകയാണ് എന്നുള്ള കാരണം കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അത്രയും കാര്യമായിട്ട് നമ്മൾ ഓരോ മൊമെൻറ്റ്സിനും നമ്മൾ ചെറിഷ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ നമ്മൾ സ്നേഹിക്കണം, അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, അതിനെ നമ്മൾ എൻജോയ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയയിലാണ് ഈ ഒരു പോം മൊത്തത്തിൽ റിവോൾവ് ചെയ്യുന്നത് എന്നുള്ളതെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ കൂടുതൽ ചാപ്റ്റേഴ്സിൻ്റെ ആക്ടിവിറ്റീസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്